Hi all. Today we are going to discuss about Block 2, The Mayor of Casterbridge. Unit 1, an introduction. The Mayor of Casterbridge is a beautiful novel written by തോമസ് ഹാർഡി. തോമസ് ഹാർഡി 1840 മുതൽ 1928 വരെ ജീവിച്ച ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റായിരുന്നു. ആദ്യം ഒക്കെ നോവൽ എഴുതി, പിന്നീട് അയാൾ പോയട്രിയും എഴുതാൻ തുടങ്ങി. അദ്ദേഹം ഒരു വിക്ടോറിയൻ എറയിൽ ജീവിച്ചിരുന്നൊരു പോയറ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ടെൻഷൻ ബിറ്റ്വീൻ റൂറൽ ട്രഡീഷൻസ് ആൻഡ് മോഡേൺ പ്രോഗ്രസ്. അഥവാ അദ്ദേഹം 1928 മരണപ്പെടുന്നത്. 1840 മുതൽ ആണ് അദ്ദേഹം ജനിച്ചത്. 1837 മുതൽ 1901 വരെയുള്ള എറ നമുക്ക് വിക്ടോറിയൻ എറ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് 1901 ശേഷം വരുന്ന എറ നമുക്ക് മോഡേൺ എറയായിട്ടും നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഈ രണ്ട് എറയിലും ജീവിച്ചിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അപ്പോൾ രണ്ടിലും ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് തോമസ് ഹാർഡി എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പലപ്പോഴും ഷോ ചെയ്യുന്നത് ഹൗ ഫേറ്റ് അല്ലെങ്കിൽ ചാൻസ്, സോഷ്യൽ പ്രഷേഴ്സ് ഷേപ്പ് ഹ്യൂമൻ ലൈഫ്സ്. മനുഷ്യന്മാരെ വിധി, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ, സോഷ്യലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രഷറുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അധികം അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റുക. ആഫ്റ്റർ നോവൽ ഹി റിട്ടേൺ ടു പോയട്രി. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം പിന്നീട് പോയട്രി എഴുതാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിലധികം കാണുന്ന ക്യാരക്ടേഴ്സ് പലപ്പോഴും ഡിസ്ട്രോയിഡ് ബൈ ഫേറ്റ് ഓർ ചാൻസ് ഓർ സൊസൈറ്റി. സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ വിധി കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ആളുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടുതലായിട്ടും മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരാറുള്ളത്. അഥവാ ഒരു ട്രാജിക് വിഷൻ എന്ന് നമുക്ക് പറയാം. ഒരു ട്രാജിക്കായിട്ടുള്ള ഒരു എൻഡിങ് പോലെ ആയിരിക്കും അവസാനം അധികം നമുക്ക് കാണാൻ പറ്റുന്നത്. അഥവാ നമ്മുടെ ഗ്രീക്ക് എഴുത്തുകാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ആ കാലത്തൊക്കെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് പ്രതിഫലിപ്പിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൂറൽ റിയലിസം, അതുപോലെ ഇത് ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ഈ ഒരു ബ്ലോക്കിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ട് മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. യൂണിറ്റ് 3 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ, ഈ ഒരു മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ നോവലിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആരാണോ എഴുതിയത് ആ എഴുത്തുകാരനെ കുറിച്ചിട്ട് ഒരു 1.5 പാരഗ്രാഫ് എഴുതുക. പിന്നെ ഇതിൻ്റെ തീം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് പോയാൽ, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ തീമും കാര്യങ്ങളും എഴുതിയാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഏത് നിലയിലും നമുക്കത് എഴുതി തീർക്കാൻ കഴിയുമല്ലോ. എങ്ങനെയെങ്കിലും നമുക്കത് ഇതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഒന്നെങ്കിൽ അപ്രീസിയേഷൻ എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കും, എന്തും വരാം നമുക്ക്. അപ്പം നമുക്കതിനെക്കുറിച്ച് അപ്രീസിയേഷൻ ആയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷേ നമ്മൾ മെയിൻ തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഈ തീം ഒരു കഥയൊക്കെ കേൾക്കുന്ന പോലെ ഒരു ഫീൽ അങ്ങനെ കേട്ടാൽ മതി. പിന്നെ അത്രയും ബോർ ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും മൈൻഡിൽ ആ സ്റ്റോറി ഉണ്ടാവും. പിന്നെ ഇതൊരു കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബട്ട് എന്നാൽ പോലും ശ്രദ്ധിച്ചാൽ നമുക്ക് ചിന്തിച്ച് ആലോചിച്ചെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ സ്റ്റോറിയുടെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്, ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് മൈക്കൽ ഹെൻചാർഡ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ട്രഷർ അഥവാ ഹൈ ട്രഷറാണ്. ഹൈ ട്രഷർ മീൻസ് ഒരു വൈക്കോലൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങനെ ആക്കുന്ന അങ്ങനത്തെ ഒരു ജോലി എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് സൂസൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡോട്ടറാണ് എലിസബത്ത് ജെയിൻ. ഇവർ 3 പേരും വേറൊരു നാട്ടിലേക്ക് ഇങ്ങനെ യാത്രയായി. അവിടെ എന്തോ ഒരു ഉത്സവം അങ്ങനെ എന്തോ അതിന് ജോയിൻ ചെയ്തു. അപ്പം മൈക്കൽ ഹെൻചാർഡ് നല്ലോണം വൈന് കുടിച്ചു. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു കുറ്റബോധം, ഇങ്ങനെ വൈൻ കുടിക്കുമ്പം അങ്ങനെയാണല്ലോ, പഴയ ഓർമ്മകൾ, വേണ്ടാത്ത ചിന്തകളൊക്കെയാണല്ലോ നമ്മളെ മനസ്സിലപ്പം വരിക. അപ്പോൾ അങ്ങനെ വൈൻ കുടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ബോധം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടും ഈ കല്യാണം കഴിക്കണ്ടായിരുന്നു, അത് തെറ്റായി എന്നൊക്കെയുള്ള ഒരു ചിന്ത, വേണ്ടാത്തൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൂടാണ്. അപ്പം അദ്ദേഹം വിചാരിക്കുകയാണ് ഇവരെ വിൽക്കാം, ഇവരെ സെയിൽ ചെയ്യാം എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചപ്പം ഒരു സൈലർ അദ്ദേഹത്തിൻ്റെ അവിടേക്ക് കടന്നു വരികയാണ്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനെടുക്കാം ഇവരെ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും വിൽക്കുകയാണ് ചെയ്യുന്നത് അവിടെ. ആ വിൽക്കുമ്പം ഒരു റിങ് അദ്ദേഹത്തിന് സൂസൻ ഊരി കൊടുക്കുന്നുണ്ട്. അത് ഊരി കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അത് പിന്നെ വൈന് കുടിച്ചാൽ പിറ്റേന്ന് ബോധം വരുമല്ലോ. ബോധം വരുമ്പോൾ തീർച്ചയായിട്ടും അതെന്തായിരിക്കും ഒരു കുറ്റബോധം ഉണ്ടാവാനുള്ളൊരു കാരണമായി. കാരണം തൻ്റെ ഭാര്യയെയും തൻ്റെ പൊന്നുപോലെ നോക്കിയിരുന്ന മകളെയാണ് നഷ്ടപ്പെട്ടത്. ഒരൊറ്റ രാത്രി കൊണ്ട് തൻ്റെ ആവശ്യമില്ലാത്ത ചിന്ത കാരണം വേണ്ടി എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന് അദ്ദേഹം ഭയങ്കര റിഗ്രറ്റ് തോന്നുക. അദ്ദേഹം ഒരുപാട് അവരെ തിരഞ്ഞ് നടന്ന് കുറേ നാട് വിട്ട് കുറേ ഒക്കെ ഒരുപാട് അന്വേഷിച്ച് അവരെ കുറിച്ചിട്ട്, പക്ഷേ ഒന്നും ഒരു വിവരം അവരെക്കുറിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈ ഒരു മദ്യപാനം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭാര്യയെയും മകളെയും എനിക്ക് നഷ്ടപ്പെട്ടത്. ഇനി 21 വർഷത്തേക്ക് ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യാണ്. പിന്നീട് അദ്ദേഹം കാസ്റ്റർ ബ്രിഡ്ജിലേക്ക്, ഒരു സ്ഥലമാണ് കാസ്റ്റർ ബ്രിഡ്ജ്, അദ്ദേഹം അവിടേക്ക് മൂവ് ചെയ്യാണ്. ദെൻ കഥ പിന്നെ തുടങ്ങുന്നത് ആഫ്റ്റർ 18 ഇയേഴ്സ്, 18 വർഷത്തിന് ശേഷമാണ് ഈ കഥ പിന്നീട് തുടങ്ങുന്നത്. അഥവാ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് സൂസൻ തിരിച്ചു വരുന്നു. സൂസൻ എലിസബത്തും ജെയിനും അതുപോലെ സൂസനും ഇയാൾ തേടി തിരിച്ചു വരുന്നതാണ് കാണാൻ പറ്റുന്നത്. അഥവാ അദ്ദേഹത്തിനെ കൊണ്ടുപോയ സെയിലർ അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. വൈൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഒക്കെ ചെയ്തല്ലോ. അതിനുശേഷം അദ്ദേഹം നല്ല ബിസിനസ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അദ്ദേഹം നല്ലൊരു ട്രേഡറായിട്ട് മാറി. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രേഡറായിട്ട് മാറി. അത്രയും സമ്പന്നനായിട്ടുള്ള ഒരാളായിട്ട് മൈക്കൽ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മൈക്കൽ അവിടുത്തെ മേയറായിട്ട് മാറുക. അങ്ങനെ സമ്പന്നനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ മേയറാവാൻ പറ്റുള്ളൂ. അങ്ങനെ ആ നാട്ടിലെ മേയറായിട്ട് വരെ ആര് മാറുകയാണ്? മൈക്കൽ മാറുകയാണ്. ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ സൂസൻ തിരിച്ചു വരുന്നത്. അപ്പം സൂസൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ മേയർ ഇപ്പം അദ്ദേഹമാണ് എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ ഇപ്പോഴും നേരിട്ട് കാണാൻ പോയിട്ടില്ല. പക്ഷേ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് സൂസൻ. ഇതിനിടയിൽ വേറൊരാളും കൂടെ ഈ ഒരു കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഡൊണാൾഡ് ഫെയർഫ്രൈ എന്ന് പറയുന്ന ഒരു നല്ല അതിശക്തമായിട്ടുള്ള ഒരു ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരു യങ്ങായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലേക്ക് എൻ്റർ ആവാണ്. ഇത് ഇപ്പം ഓൾറെഡി കാസ്റ്റർ ബ്രിഡ്ജിൽ മൈക്കൽ എന്ന് പറയുന്ന ആൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ട്രേഡ് സംബന്ധിച്ചൊക്കെ ഒരുപാട് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഡൊണാൾഡ് ഫെയർഫ്രൈ എന്ന് പറയുന്ന ആൾ മൈക്കലിനെ കാണാൻ വരുന്നത്. മൈക്കൽ ഓൾറെഡി ഒരു മാനേജർ അന്വേഷിച്ച് നിൽക്കുന്ന ആ ടൈമിലാണ് ആ പോസ്റ്റിലേക്ക് ആര് വരുന്നത്? ഡൊണാൾഡ് ഫെയർഫ്രൈ എന്ന് പറയുന്ന ഇയാൾ വരുന്നത്. അങ്ങനെ അദ്ദേഹം ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാണ്. ആ സെയിം സമയത്ത് തന്നെ മാനേജറായി മറ്റൊരാളും കൂടെ വന്നിരുന്നു. അജോഷ് ജോബ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. അപ്പം അദ്ദേഹത്തിനെ എടുക്കാതെ ഫെയർഫ്രൈ മാത്രം എടുത്തപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നത്തിന് മാനസികമായിട്ട് അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹം ഒരു എനിമി പോലെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചു. മൈക്കലിനെ ഒരു എനിമി പോലെ തന്നെ എടുക്കാതെ അദ്ദേഹത്തെ എടുത്തത് കൊണ്ടുള്ള ചെറിയൊരു വൈരാഗ്യം മനസ്സിൽ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഇനി കഥൻ്റെ ഒരു ഭാഗം എത്തുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പം അതിലൊന്ന് പറഞ്ഞ് വെച്ച് എന്നേ ഉള്ളൂ. സോ പിന്നീട് എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ, അങ്ങനെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കാരണം ഭയങ്കര ബുദ്ധിമാന്മായിട്ടുള്ള ഫെയർഫ്രൈ ആണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് സൂസൻ അതുപോലെ നമ്മുടെ മൈക്കിൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണിനെ ഇപ്പം പഴയ ഭാര്യയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതിൽ നല്ലത് താൻ ഈ പെണ്ണിനെ വീണ്ടും വിവാഹം ചെയ്ത് കല്യാണം കഴിച്ചാൽ തനിക്ക് ഇപ്പം ഉണ്ടാവുന്ന ഇമേജിന് നഷ്ടം വരില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ച് അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. തൻ്റെ എലിസബത്ത് തൻ്റെ മോളാണെന്ന് എന്നുള്ളതൊക്കെ പറയുന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ബിസിനസ്സും നല്ല സക്സസ്സൊക്കെ ആവുന്ന ഈ ടൈമിലൊക്കെയാണ് ഫെയർഫ്രൈ വീട്ടിൽ പലപ്പോഴും വരുമ്പോൾ എലിസബത്ത് ജെയിനെ കാണാൻ ഇടയായി. അങ്ങനെ അവർ തമ്മിൽ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ മൈക്കിൾ പറയാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ മകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പം സൂസന് ചെറിയൊരു ഇഷ്ടക്കേട് അപ്പം അവിടെ പ്രകടമാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നൊന്നും അപ്പം റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ
ഇരിക്കെ മൈക്കിൾ അതുപോലെ തന്നെ ഡൊണാൾഡ് ഫെയർഫ്രൈയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ തമ്മിൽ തെറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡൊണാൾഡ് ജോബ് റിസൈൻ ചെയ്ത് പോവുകയാണ്. പിന്നീട് സൂസൻ എന്തോ രോഗം വന്ന് ഒരു രോഗിയായിട്ട് മാറി. അപ്പം ഒരു ലെറ്റർ അദ്ദേഹം മൈക്കിളിന് കൊടുക്കുന്നുണ്ട്. ഈ ലെറ്റർ ഞാൻ മരിച്ചതിന് ശേഷം എലിസബത്ത് ജെയിൻ്റെ കല്യാണ ദിവസം മാത്രമേ ഈ ലെറ്റർ തുറന്ന് നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൈക്കിളിനൊരു കത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സൂസൻ മരണപ്പെടുകയാണ്. പിന്നെ താൻ എൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് ജെയിനും അതുപോലെ മൈക്കിളും നല്ല ഒരു ആത്മബന്ധത്തിലൂടെയൊക്കെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് കത്ത് ഓർമ്മ വന്നത്. അപ്പം അദ്ദേഹം ആ കത്ത് പിന്നീട് വായിക്കുകയാണ്. ആ കത്ത് വായിച്ച ഉടനെ തന്നെ അദ്ദേഹം വളരെ ഷോക്കായിട്ടുള്ളൊരു വാർത്തയാണ് ആ കത്തിലൂടെ അദ്ദേഹം അറിയാൻ ഇടയായത്. അഥവാ എലിസബത്ത് ജെയിൻ്റെ അച്ഛൻ താനല്ല എന്നുള്ള ഒരു റിവീലാണ് ആ കത്തിലൂടെ സൂസൻ നൽകുന്നത്. അതിൻ്റെ അച്ഛൻ അവളെ വിറ്റിരുന്ന ആ സെയിലർക്കുണ്ടായ മോളാണ് എലിസബത്ത് ജെയിൻ എന്ന് പറയുന്നു. അപ്പോൾ തനിക്ക് ആദ്യം ഉണ്ടായിരുന്ന മോളായ എലിസബത്ത് ജെയിന് ഒരു അസുഖം ബാധിച്ച് മരിക്കുകയും പിന്നീട് തങ്ങൾക്കുണ്ടായ മോളാണ് ഇത് എന്നുള്ള വിവരം അദ്ദേഹം അറിയുന്നത് പോലെ അദ്ദേഹം വളരെ ഷോക്കായിട്ട് മാറുകയാണ് ചെയ്യുക. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജെയിനോട് മൈക്കിളിന് വളരെയധികം ദേഷ്യം തോന്നുന്നു. അങ്ങനെ അവൾക്കാകെ ടെൻഷൻ ആവുകയാണ്. കാരണം താനും ഡൊണാൾഡും തമ്മിലുള്ള ആ റിലേഷൻ അറിഞ്ഞിട്ടാണ് അച്ഛന് തന്നോടുള്ള ഒരു ഇഷ്ടക്കേട് തോന്നുന്നത് എന്നൊക്കെ ആണ് ജെയിൻ വിചാരിച്ചിരിക്കുന്നത്. ജെയിൻ ഇതൊന്നും അറിയുന്നില്ല ശരിക്കും. അങ്ങനെ അവളുടെ അമ്മയുടെ ഒരു ശവക്കല്ലറിൻ്റെ മുന്നിൽ നിന്ന് അവൾ നല്ലോണം കരയുന്നുണ്ട്. ആ ടൈമിലാണ് ഒരു വെൽത്തി ആയിട്ടുള്ളൊരു വിമണ് ഈ ഒരു സ്റ്റോറിയിലേക്ക് എൻ്റർ ആവുന്നത്. ലുസേറ്റ ടെമ്പിൾമാൻ എന്നാണ് അവളുടെ പേര്. അവൾ ഈ സ്റ്റോറിയിലേക്ക് എൻ്ററായി. അവൾ ആരാന്ന് ചോദിച്ചാൽ സൂസനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ചെറിയൊരു ലവ് പോലെ ഒരു ലുസേറ്റ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയോട് ഒരു ബന്ധം ഈ സ്ത്രീയോടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു റിലേഷന് അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ വൈഫ് തിരിച്ചു വന്നതിന് ശേഷം ഈ ബന്ധം നടക്കില്ല, എൻ്റെ വൈഫ് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പം ലുസേറ്റയ്ക്ക് അയാളോടുള്ള ഇഷ്ടം കൂടിയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ഈ സ്നേഹബന്ധങ്ങളൊക്കെ ഇത്രയും ഒരു ആത്മാർത്ഥതയുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമൊക്കെയാണ് ലുസേറ്റയ്ക്ക് അപ്പം തോന്നുന്നത്. അങ്ങനെ ലുസേറ്റ എലിസബത്ത് ജെയിൻ്റെ അടുത്തേക്ക് വന്ന് കണ്ട് വിഷമിക്കേണ്ട, താൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോരുമെന്ന് പറഞ്ഞ് ലുസേറ്റ ജെയിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഒരിക്കലും മൈക്കിളിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ അവരെ വീട്ടിലേക്ക് തന്നെ മകളെ കാണാനോ തന്നെ കാണാനോ ഒന്നും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ ആ വീട്ടിൽ താമസിച്ച് ഇരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ഫെയർഫ്രൈ ആ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആ ടൈമിൽ ഡൊണാൾഡും അതുപോലെ തന്നെ ലുസേറ്റയും തമ്മിലൊരു അട്രാക്ഷൻ വരികയാണ്. അതുപോലെ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ഇപ്പം ഫെയർഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളും തമ്മിൽ നടക്കുന്നത്. ട്രേഡിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ്, തെറ്റി പിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവരിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡർ എന്നുള്ള രീതിയിൽ ഒരു കോമ്പറ്റീഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ ശരിക്കും. സോ അതുകൊണ്ട് തന്നെ മികച്ചത് എപ്പോഴും ഫെയർഫ്രൈ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു ട്രേഡറാണ്. സോ അതുകൊണ്ട് തന്നെ ലുസേറ്റയ്ക്കും ഏറ്റവും ഇഷ്ടം ഡൊണാൾഡ് തന്നെയായിരുന്നു. പിന്നീട് ഡൊണാൾഡ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് പോയതിന് ശേഷം മൈക്കിളിന് ഭയങ്കര നഷ്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഭയങ്കര നഷ്ടങ്ങളാണ്. തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ മകളാണെങ്കിൽ സ്വന്തം മകളല്ല എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ബിസിനസ്സിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം അദ്ദേഹം കടന്നു പോകുന്നത്. അങ്ങനെ മൈക്കിൾ ലുസാറ്റിയോട് വന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാരണം ആരുമില്ലാത്തൊരവസ്ഥയിലൊന്നും എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അപ്പോഴാണ് ഡൊണാൾഡോയും അതുപോലെ തന്നെ ലുസാറ്റയും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മുടെ മൈക്കിൾ അറിയുന്നത്. അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, നീ ഈ ബന്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നീ എനിക്ക് അയച്ച പഴയ ലെറ്ററുകളൊക്കെ ഞാൻ റിവീലാക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കി നീ എൻ്റെ കൂടെ എന്നെ മാരേജ് ചെയ്യണമെന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ലുസാറ്റയ്ക്ക് ഭയങ്കര ടെൻഷനായി.
ഇങ്ങനെ ആളുകളുടെ മുന്നിലിട്ട് അപമാനിക്കരുത്, ഞാൻ താങ്കളെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു വയസ്സായൊരു സ്ത്രീ പിന്നീട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭാര്യയെയും തൻ്റെ മകളെയും വിറ്റ ഒരാളാണ് ഈ മൈക്കിൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ റിവീൽ ചെയ്യാണ്. ഇത് കേട്ടപ്പോൾ ലുസാറ്റയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയും അവൾ ഈ കല്യാണ കാര്യത്തിൽ നിന്ന് പിന്തിരിയാണ് ചെയ്യുന്നത്. അങ്ങനെ സീക്രട്ടായിട്ട് ഡൊണാൾഡോയെ വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 21 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 21 വർഷം വരെ മദ്യപിക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ 21 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ലഹരിക്ക് അടിമയായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഭയങ്കരമായിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ഭയങ്കര നഷ്ടങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് മൈക്കിളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ മൈക്കിൾ ആകെ തകർന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയിൽ ഡൊണാൾഡ് വന്ന് പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ ജോലി തരാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ വേറൊരു വഴിയും ഇല്ലാതായപ്പോൾ അദ്ദേഹം ഡൊണാൾഡോയുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മേയർ എന്നുള്ള പദവി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് ഡൊണാൾഡോക്ക് ആ പദവി കാരണം അദ്ദേഹം അത്രയും വലിയ ഒരു പണക്കാരനായിട്ട് അത്രയും വലിയൊരു ലീഡറായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അയാളാണെങ്കിൽ മദ്യപിച്ച് ആകെ ഒരു ലെക്ക് കെട്ട് നടക്കുന്ന ഒരവസ്ഥ ആയപ്പോൾ ലുസാറ്റ മൈക്കിളിനെ കാണാൻ വരികയാണ്. ഞാൻ പണ്ട് അയച്ചിരുന്ന ലെറ്ററുകൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടിയാണ് അയാളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ എനിക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ ഇപ്പോഴത്തെ മാനേജറായിട്ടുള്ള പണ്ട് മൈക്കിളിൻ്റെ ഒരു എനിമിയെ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ആണ് ഇപ്പം തൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നത്. അഥവാ ജോബ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരാളെടുത്ത് അവൾക്കുള്ള ലെറ്ററുകൾ അദ്ദേഹം കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഒരു പേരിൽ അവളുടെ ജീവിതം നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ ലെറ്ററുകളെല്ലാം അവൾക്ക് കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ വൈരാഗ്യം കാരണം ഈ ലെറ്ററുകളെല്ലാം എല്ലാവരോടും റിവീൽ ചെയ്ത് ആകെ പബ്ലിക്കാക്കി അവരെ ആകെ അപമാനിച്ച് വിടുകയാണ്. ലുസാറ്റയെയും അതുപോലെ തന്നെ മൈക്കിളിനെയൊക്കെ അപമാനിച്ച് വിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് കേട്ട് ഷോക്കായിട്ട് ലുസാറ്റ അറ്റാക്കായിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവളും കൂടെ മരിച്ചതിന് ശേഷം മൈക്കിളിന് എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് തോന്നി. സോ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി തനിക്കാകുള്ളത് തൻ്റെ മോളെന്ന് പറയുന്ന അവൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു എലിസബത്ത് ജെയിനോട് സ്വന്തം മകളായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അവളോട് ആ ഒരു ഇഷ്ടം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തൻ്റെ മകളെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഈ അവസ്ഥയിലാണ് തൻ്റെ ശരിക്കുമുള്ള എലിസബത്ത് ജെയിൻ്റെ അച്ഛനായിട്ടുള്ള സെയിലറായിട്ടുള്ള ന്യൂസൺ എന്ന് പറയുന്ന ആ സെയിലർ തിരിച്ചു വരുന്നത്. അയാളാണ് ശരിക്കും അവളുടെ ഫാദറായിട്ട് വരുന്നത്. അപ്പം തിരിച്ചു വരുമ്പം അയാളോട് പറയുന്നത് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുന്നത്. കാരണം അയാൾ വന്നാൽ തൻ്റെ മകൾ കൊണ്ടുപോയ തനിക്ക് ആരും ഇല്ലാതാകുമെന്ന് കരുതി തൻ്റെ മകൾ മരിച്ചു പോയെന്ന് വെറുതെ കള്ളം പറയുകയാണ് സെയിലറായിട്ടുള്ള ന്യൂസനോട് മൈക്കിൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അയാൾ വീണ്ടും തിരിച്ചു വരുമ്പം ഇങ്ങനെ സത്യങ്ങളൊക്കെ അദ്ദേഹം കള്ളം പറഞ്ഞതാണെന്നുള്ള സത്യങ്ങളൊക്കെ പിന്നീട് അറിയുകയും അങ്ങനെ എലിസബത്ത് ജെയിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ഫെയർഫ്രൈയുമായിട്ട് അവരുടെ വിവാഹം സെയിലറായിട്ടുള്ള അച്ഛൻ നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ടെങ്കിലും തൻ്റെ മകളെ കാണണം എന്നുള്ള ഒരു മോഹവുമായിട്ട് വിവാഹ ദിവസം മൈക്കിൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ വഴിയിൽ വെച്ച് ന്യൂസനെ കാണുമ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ട, ഇനി അവളുടെ അച്ഛനായിട്ട് സുഖമായിട്ട് ജീവിച്ചോട്ടെ, തൻ്റെ ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിച്ചോട്ടെ, അതിനിടയിൽ വെറുതെ ഒരു ടെൻഷൻ ആയിട്ട് ഞാൻ വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. തൻ്റെ മകളെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും ഇത് അവൾക്ക് നല്ലതിനാവില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾ ജെയിന് പിന്നെ അറിയുമ്പം അവളും ഫെയർഫ്രൈയും കൂടിയിട്ട് മൈക്കിളിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു വീട്ടിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നു എന്നുള്ള കാര്യം അവരറിയുന്നത്. അഥവാ അതിനു മുമ്പ് അയാളെ ആഗ്രഹം ഒരാൾ പോലും എന്നെ ഇനി ഓർക്കാൻ പാടില്ല എന്നായിരുന്നു. ഇവിടെ ഒരു സാഡ് പിക്ചറാണ് നമുക്ക് തരുന്നത്. അഥവാ ഇനി തന്നെ ആരും ഓർക്കാൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് പറയുന്നു. ഒരു ട്രാജഡിയാണ് ശരിക്കും ഇത്. അഥവാ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ ഒരു ദേഷ്യം, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, എല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു
അഹങ്കാരം ഒക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നാശത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു തീമാണ് നമുക്ക് ഇതിലിവിടെ കാണാൻ പറ്റുന്നത്. അദ്ദേഹം കൊണ്ട് തന്നെ ഒരു ഡൗൺഫോൾ അദ്ദേഹത്തിന് സംഭവിക്കുകയാണ്. ഇറ്റ് ഷോസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഹ്യൂമൻ വിൽ ആൻഡ് ദ ഫോഴ്സസ് ഓഫ് ഫേറ്റ്. നമ്മുടെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ഇതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണ്, വിധിയെ തടുക്കാൻ മനുഷ്യന്മാർക്ക് ഒരാൾക്കും കഴിയില്ല. അതൊക്കെ എന്താണ് വിധിയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല സംഭവവികാസങ്ങളുമാണ് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാറ്റലിസം ഈസ് എ സെൻട്രൽ ഐഡിയാസ് ഓൺ അദ്ദേഹത്തിൻ്റെ അധിക വർക്കിലും ഒരു സെൻട്രൽ ഐഡിയ ആയിട്ട് വരാറുണ്ട്. അതുപോലെ പിന്നീട് ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഒരു സമ്മറി ആയിട്ട് വരുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വിശദീകരിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാം അത്രയും ഡീപ്പായിട്ട് നമ്മൾ നോക്കണം എന്നൊന്നും ഇല്ല. ഇപ്പോൾ ഇതിൽ ഏതൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പം മൈക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൊണാൾഡ് ഫെയർഫ്രൈ ആയിക്കോട്ടെ, സൂസൻ ആയിക്കോട്ടെ, ലുസേറ്റ് ആയിക്കോട്ടെ, ഏതൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോറീൻ്റെ തീം വെച്ച് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എഴുതാൻ പറ്റും. എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് നമ്മളാണ്ട് എഴുതി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ആണ് ഇതിൽ സമ്മറി ആയിട്ട് ഞാൻ ഇതിന് ഏറ്റവും ഷോർട്ട് ഫോമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഇതിൻ്റെ ഇടയിൽ നീട്ടിയും വലിച്ചൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലാംഗ്വേജ്, അതിൻ്റെ സ്റ്റൈല്, അദ്ദേഹം എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ് കാര്യമായിട്ട് വരുന്നത്. ഒരു ട്രാജഡി എന്ന നിലക്ക് ഇതെങ്ങനെയൊക്കെ പരിഗണിക്കാം, ഒരു ഗ്രീക്ക് ട്രാജഡീനൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കമ്പാരിസണ്, അതുപോലെ തന്നെ ഒരു ട്രാജിക് എഫക്റ്റ് കിട്ടുന്ന ഒരു സ്റ്റോറിയാണ്. ഇതൊക്കെ നമുക്ക് തന്നെ ഊഹിച്ചറിയാവുന്നത്. കാരണം ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു എൻഡാണ് ഈ ഒരു സ്റ്റോറിക്ക് അവസാനം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാജഡി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാനും പറ്റും. പിന്നെ ഈ അതിസംഭവങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ ദ മേയർ ഓഫ് കാസർഗോഡ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഇതിൽ പറഞ്ഞത്. പിന്നെ നാലാമത്തെ യൂണിറ്റിൽ വരുന്നത് ദ മേയർ കാസർഗോഡ് ക്യാരക്ടറൈസേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാരക്ടറൈസേഷൻസ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും ഡീപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നോക്കിയിട്ട് എക്സാം എഴുതാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് എസ്സേക്ക് എഴുതുമ്പോൾ എന്തായാലും ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. അപ്പം ഈ തീം മനസ്സിലാക്കിയൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ എനിക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. അപ്പം എല്ലാവരും ഇതിൽ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സിനെയും ഒന്ന് ഡീപ്പായിട്ടൊന്ന് വായിക്കുക. സൂസൻ, അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ, എലിസബത്ത് ജെയിന്, ലുസേറ്റ, ഇവരുടെയൊക്കെ ഈ ഒരു റോള്, ഈ സ്റ്റോറിയിലുള്ള ഒരു റോൾ എന്തായാലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതോടുകൂടെ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ബ്ലോക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കാം. കൂടുതൽ ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ സബ്ബുകളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ളത് അതും അറിയിക്കണം. ഞാനിതിൻ്റെ ബാക്കി ഒഴിവ് സമയം പോലെ ഞാൻ ഇടുന്നതാണ്. എല്ലാവർക്കും ഉപകാരമാവും എന്നും പ്രതീക്ഷിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. ഓക്കെ, ബൈ.